മലപ്പുറം ജില്ലയിൽ മൂന്നിയൂരിലെ കളിയാട്ടക്കാവ്. ആനച്ചൂടിന് സമം പൊൻപണം കൊടുത്ത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവകാശികൾ ഈ സ്ഥലം വിലയ്ക്കു വാങ്ങിയതാണത്രേ. ഈ പ്രദേശത്തുകാരായ ആയിരങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇവിടം തേജോമയിയായ ഒരു വനചൈതന്യത്തിൻ്റെ ആവാസ കേന്ദ്രമാണ്. 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമാപനത്തോടെ ഉത്തര കേരളത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ തിരശ്ശീല വീഴും. ഇടവമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച കളിയാട്ടക്കാവിൽ നടക്കുന്ന കോഴിക്കളിയാട്ടം ഈ പ്രദേശത്തെ കീഴാള ജനവിഭാഗത്തിൻ്റെ ആത്മാർപ്പണ സമാനമായ പ്രാതിനിധ്യത്താൽ പുകൾപെറ്റതാണ്. മനുഷ്യന്റെ ഭാവനയിലെ ഏറ്റവും സുന്ദരമായ സൃഷ്ടിയാണ് ദൈവം. ചില കാലങ്ങളിൽ അവന്റെ ദുരയുടെ ഏറ്റവും വലിയ ഇരയും. നൂറ്റാണ്ടുകളായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു വരുന്ന മധ്യമലബാറിലെ ചെറുമരും കണക്കരുമടങ്ങുന്ന കീഴാള ജനതയ്ക്ക് കളിയാട്ടം വെറുമൊരു ഉത്സവമല്ല. ഇവരുടെ ജീവിതത്തിൻ്റെ അശാന്തികളിലും അധ്വാനത്തിലും നിന്ന് ഇവർക്ക് മാത്രമായ ദൈവസങ്കല്പങ്ങളുണ്ടായി. അരക്ഷിതമായ സാമൂഹ്യ ചുറ്റുപാടുകളിൽ പിറന്ന ഈ ദൈവങ്ങളും ഇവർക്കൊപ്പം അനാഥത്വത്തിൻ്റെ ആദികൾ പേറി. അങ്ങനെ ആങ്ങളാരോട് അപ്പോൾ മന്തോണി മതി എന്ന് പറഞ്ഞ് പെങ്ങന്മാർ മന്തോണിയിൽ പെങ്ങന്മാർക്ക് ഈറ്റി വിട്ട് അപ്പം അങ്ങനെ ഈ കൊച്ചി തൊട്ടിട്ട് ഏകദേശം കണ്ണൂർ വരെയാണ് ഇതിന്റെ സജീവമായിട്ട് ഈ സംഭവം നിലനിന്നിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവരെ കൊണ്ട് ഇവിടെ ഇവർ ചെയ്തിരുന്ന കളിയാട്ടക്കാവിൻ്റെയോ കുഞ്ഞാഞ്ചീരുവിൻ്റെയോ കഥയ്ക്ക് വരമൊഴിയുടെ പൊലിമകളില്ല. പക്ഷേ മൺതോണിയിൽ ആങ്ങളമാരുപേക്ഷിച്ച നേർപ്പങ്ങളെ ഒരു ജനത തങ്ങളുടെ സ്മരണകളുടെ കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. തലമുറകൾ കൈമാറി വന്ന ഇവരുടെ വാമൊഴി പാട്ടുകളിൽ ദാരിദ്ര്യത്തിൻ്റെ ദൈന്യതകളിൽ നിന്ന് ജനിച്ച ഒരു ദേവീ ചിത്രമുണ്ട്. ആർക്കും വേണ്ടാത്തവളായി അലഞ്ഞു നടന്നിരുന്ന കുഞ്ഞാഞ്ചീരുവെ ഇടനെഞ്ചിലേറ്റി ഇവരൊരുങ്ങുകയാണ് കളിയാട്ട നാളിനായി. മെഹ്ഫിലുകളിൽ തുടർന്ന് ശരിക്കും ഒരു കൂട്ടായ്മയായിരുന്നു. അത് ആ പ്രദേശത്തുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടിയിരുന്നു പാട്ടുകൾ പാടുക. പിന്നെ ഈ വന്നിരുന്ന ആൾക്കാരിൽ നിന്നും പിന്നീട് ഉണ്ടായിട്ടുള്ള ശിഷ്യന്മാരെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ വിവിധ ജോലിക്ക് പോയിരുന്ന ആൾക്കാർ ഇവർക്ക് ശിക്ഷപ്പെടും. പിന്നീട് ആ ജോലികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഫുൾ ടൈം സംഗീതം തന്നെ സാധകം ചെയ്യുക എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇവർ ഇൻസ്പയർ ചെയ്തു. വെള്ളാളർന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടരാണ് ജാതികളാണ് ചെയ്തത്. ഇവിടെ പുലയരാണ് ചെയ്തത്, അതായത് ചെറുമക്കളാണ് ചെയ്തത്. അവർക്ക് ഇതിൻ്റെ നടിയിൽ എത്ര മൂപ്പത്തുമ്പ് പറിച്ച് കാണണം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നരമ്പത്തൊക്കെ പിന്നെ കന്നുകൂട്ടാനൊക്കെ മറ്റ് ജാതിയിൽപ്പെട്ടവർ സഹായിക്കാറുണ്ട്. നില ഒരുക്കുന്നതിലും ചെറുമക്കൾക്കാണ് ഏറ്റവും അധികം സ്ഥാനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മകരക്കൊയ്ത്തിൻ്റെ ശേഷം ഉണ്ടാകുന്ന ഒരു ഉത്സവമാണ്. ഇതിന് ഇടവപ്പാതിയായിട്ടും ബന്ധമുണ്ട്. ഇടവപ്പാതി വർഷത്തിങ്കിൽ എങ്ങക്കുണ്ടൊരു വേല എന്ന് പാട്ടിൽ പാടാറുണ്ട്. ഇടവ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കളിയാട്ടം കാപ്പൊലിക്കും.
അതിനും എത്രയോ മുമ്പ് തന്നെ ഇവിടുത്തെ കീഴാള ഗൃഹങ്ങളിൽ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കും. ആട്ടിൻ തോൽ വാങ്ങിയുണക്കി പാകം വരുത്തി കളിയാട്ടച്ചെണ്ടകൾ തോലിട്ട് മുറുക്കും. മുള ചെത്തി പാകം വരുത്തി കുരുത്തോല വെട്ടി കുതിര കെട്ടും. കുഞ്ഞിക്കുതിരകൾക്ക് മുകളിൽ അലങ്കാര പണികൾ ചെയ്യും. ചരിത്രം അരിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ ഒരു വലിയ വിഭാഗം ദേവിക്കും തങ്ങൾക്കുമിടയിൽ ഇടനിലക്കാരില്ലാതെ അവരുടെ ഉത്സവം തുടങ്ങിവെക്കുകയാണ്. ഗുരുകാരണവന്മാർക്ക് നേദിച്ച മദ്യത്തിന്റെ ബാക്കി വീര്യം അവരെ ഓർമ്മകളിൽ തറപ്പിച്ചു നിർത്തും. അവർ പാടും തലമുറകളിലൂടെ ഒളിച്ചു കടത്തിയ പീഡനകാലങ്ങളുടെ ചരിത്രം. നാടൊട്ട് കലഞ്ഞു നടന്ന് ഒടുവിൽ മൂന്നിയൂരിലെ കളിയാട്ടക്കാവിൽ ഇടം കണ്ടെത്തിയ നിഷേധിയായ കുഞ്ഞാഞ്ചീരു അമ്മയുടെ മഹിമ, കളിയാട്ട പെരുമ. ഈ ഉത്സവം ഇവിടുത്തെ കീഴാള ജീവിതങ്ങളുമായി അത്രമേൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു. കുടിപ്പകകൾ തീർക്കാനും പെണ്ണ് കാണാനും വറുതി മാസങ്ങളിലേക്കുള്ള സാധനങ്ങൾ കരുതാൻ ചന്ത കൂടാനുമൊക്കെ ഇവർ കളിയാട്ട നാളിനായി കാക്കുകയാണ്. പൂർവ്വമായിട്ട് എങ്ങനെയായിരുന്നു? പൂർവ്വമായിട്ട് കളിക്കാപ്പിലെല്ലാം പിന്നെ കാണാതെ കാവിൽ പോയിട്ടുണ്ടെങ്കിൽ ചെറുക്കണ്ണോ നമ്മളറിയാത്ത പേര് അപ്പോൾ ഒരു പേര് നടക്കും, നമ്മൾ അറിയില്ല. കല്യാണത്തിന് അങ്ങനെ എല്ലാ സാധനം വാങ്ങി പിടിക്കുന്ന പാലറിഞ്ഞ് അങ്ങനെ വാങ്ങി ആ സാധനം കിട്ടാൻ അവിടെ ആൾ പോവുകയും ചെയ്യും, കിട്ടുകയും ചെയ്യും, വാങ്ങും. ഒരു വീട്ടിൽ തന്നെ അത് തരും, ധരിപ്പിക്കും. അവർ 10 രൂപ അയാൾ കോളേജിലെത്തും. ആ ചിലവ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള ചിലവ് അവിടെ ചെമ്പളിക്കുന്ന നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൂട്ടണം. ചിലവ് അവിടെ ചെമ്പളിക്കുന്ന ഇത്തിരി ആൾക്കാരുണ്ടാവും, പോകുമ്പോൾ ഡബിൾ ആൾക്കാരുണ്ടാവും. നമ്മൾ 10 ആളില്ലെങ്കിൽ ഇപ്പം 25 ആൾക്കാർ പോകാനുണ്ടാവും. അപ്പോൾ ആ ചിലവ് നമ്മൾ കൂട്ടണം. കളിയാട്ടം കാപ്പൊലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നാട്ടുപാതകളിലും അങ്ങാടികളിലും ചെണ്ടയുടെ താളം കേൾക്കാം. തുടർന്ന് കൂലിപ്പണിക്കാരും കുട്ടികളും തൊഴിൽ രഹിതരുമൊക്കെ അടങ്ങുന്ന ചെറു ചെറു സംഘങ്ങൾ നാടനിടവഴികളിലൂടെ നൃത്തമാടി കടന്നുവരും. ഉന്മത്തമായ ചുവടുവെപ്പുകളുമായി തോളിൽ കെട്ടിയുണ്ടാക്കിയ കുതിരരൂപങ്ങളുമേന്തി അവർ വീടുകൾ കയറും. ഉത്സവം കൊട്ടിയറിയിച്ച് പണവും നേർച്ചകളും ഏറ്റുവാങ്ങും. ഈ അനുഷ്ഠാനങ്ങളിലൂടെ കളിയാട്ടപ്പെരുമ കാവും കളിയാട്ടമുക്കും കഴിഞ്ഞ് അതിരും പരിധിയുമില്ലാതെ പരക്കും. സ്വർണം പകരം കൊടുത്ത് പൗരാണിക കാലത്ത് ഈ പ്രദേശത്തെ നമ്പൂതിരിമാരിൽ നിന്ന് നായന്മാർ ഭൂമിയുടെ അവകാശം കൈവശപ്പെടുത്തിയതായി കഥകളിൽ കേൾക്കുന്ന കളിയാട്ടക്കാവ്. അധികാരം ഇവിടെ കഥകൾക്ക് മീതെ കഥകളും
ഉപകഥകളും കൊണ്ട് പൊടിപ്പും തൊങ്ങലും ചേർക്കുന്നു. ഐതിഹ്യങ്ങൾക്ക് മീതെ ഐതിഹ്യങ്ങളുടെ പുതിയ അടരുകൾ വന്നു വീഴുന്നു. അനുഷ്ഠാന രൂപങ്ങളും ആരാധനാരീതികളും അധികാരഘടനയുടെ സമ്മർദ്ദത്താൽ അഴിച്ചു പണിയപ്പെടുന്നു. അങ്ങനെ കളിയാട്ടക്കാവ് ഒരു പാഠമാകുന്നു. ഒരു ജനതയുടെ പ്രതിരോധങ്ങളിൽ നിന്ന് മാത്രമല്ല, ജനതയ്ക്കെതിരായ അധികാര പ്രയോഗങ്ങളിൽ നിന്നുകൂടി ഐതിഹ്യങ്ങൾ ജനിക്കും എന്ന പാഠം. ചവിട്ടേറ്റ് പിടയുന്നവന്റെ ഞരക്കങ്ങളിൽ നിന്നുയർക്കൊള്ളുന്ന ദൈവസങ്കല്പങ്ങളെപ്പോലും ചവിട്ടുന്നവന്റെ ശ്രീകോവിലിൽ തളയ്ക്കാൻ ബോധപൂർവമായ ചില പ്രയോഗങ്ങൾക്കാകും എന്ന പാഠം. കേരളത്തിലെ കാവുകളുടെ മേൽ ഒരു പാൻ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, കൃത്യമായി പറഞ്ഞാൽ ആര്യന്മാരുടെ ഒരു അധിനിവേശം വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നു മുതൽ തുടങ്ങിയതല്ല, വളരെ കാലമായിട്ട്, നമുക്കൊരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ച പ്രക്രിയയാണത്. അതിന്ന് വളരെ വളരെ ശക്തമായി നമ്മുടെ കാവുകളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കാവുകളുടെ പേര് പോലും മാറ്റിയിട്ട് ക്ഷേത്രം എന്ന നിലയിലേക്ക് അതിനെ മാറ്റി തീർക്കാനും അവിടെയുള്ള ആധിപത്യം, എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും, ഈ മേലാള വർഗം എന്ന് പറയാൻ നമുക്ക് നമ്പൂതിരിമാർ, പഴയ അധികാരമുള്ള നമ്പൂതിരിമാരും ഇടപ്രഭുക്കന്മാരായിരുന്ന നായന്മാരും വീണ്ടും ആധിപത്യം ഉറപ്പിക്കുന്നതായി കാണാം. ഇതൊക്കെ സാധിക്കുന്നത് ഭൂമിയുടെ മേലുള്ള അധികാരം വെച്ചിട്ടാണ്. ഇപ്പോൾ ചെറുമക്കൾക്ക് ഒരു കാലത്ത് ഭൂമി ഉണ്ടായിരുന്നില്ല. ഭൂമി അയാളുടെ കയ്യിൽ ഭൂമിയില്ല, വെറും കൃഷി തൊഴിലാളികളാണ്. അവരുടെ ദേവിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ആ സ്ഥലം നായരുടെ കയ്യിലാണ്. അത് ആ നായർ ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് കോയ്മ എന്നുള്ള പദവി കയ്യിൽ വെക്കുന്നത്. ഈ പദവി ഉപയോഗിച്ചിട്ടാണ് പിൽക്കാലത്ത് ഭൂപരിഷ്കരണ നിയമം വരുമ്പോൾ ഈ ഭൂമിയുടെ അധികാരം കയ്യിലെടുത്തത്. അപ്പോൾ ഇവർ പുറത്താകുന്നു. അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നു. അതോടൊപ്പം ഐഡിയോളജിയുടെ പ്രശ്നമുണ്ട്. ചെറുമക്കളുടെ മനസ്സിനെ മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഏതാണ് ശരി തെറ്റ് എന്ന് പറയുന്നത്, നായർ പറയുന്നത് ശരിയാണ് എന്ന് ഇവരും സ്വീകരിക്കും, ആരും ഈ ചെറുമക്കളും സ്വീകരിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ അധികാരവും ഐഡിയോളജിയുടെ പ്രയോഗവും രണ്ടും ചേർന്നിട്ടാണ് ഇവിടുത്തെ ചെറുമക്കളെ, കളിയാട്ടക്കാവിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് പുറത്തായി പോയത്. കോഴിക്കളിയാട്ടത്തിന്റെ തലേരാത്രിയും മുൻ ദിവസങ്ങളിലൊക്കെ എന്ന പോലെ കാവിൽ പൂജാകർമ്മങ്ങൾ നടക്കുന്നു. ശ്രീകോവിലിനകത്തെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്പൂതിരിമാരാണ്. ക്ഷേത്രത്തിന്റെ ഉടമാവകാശമുള്ള തറവാട്ടുകാരനവരുടെ ചോദ്യം ചെയ്യപ്പെടാത്ത മേൽനോട്ടത്തിന് കീഴിലാണ് ചടങ്ങുകളൊക്കെയും നടക്കുന്നത്. പൂജാകർമ്മങ്ങളിലും ആരാധനാരീതികളിലും പ്രകടമാവുന്ന പരിണാമങ്ങൾ കുഞ്ഞാഞ്ചീരു എന്ന ദ്രാവിഡ ദേവിയുടെ തട്ടകത്തിൽ ആര്യാധിനിവേശത്തിന്റെ മുദ്രകൾ ആഴത്തിൽ പതിയുന്നതിന്റെ സൂചനകളാകുന്നു. കേരളത്തിലെ കാവുകളിലൊന്നാകെ നടന്നുകൊണ്ടിരിക്കുന്ന ബോധപൂർവവും അദൃശ്യവുമായ ഒരധികാര പ്രയോഗത്തിന്റെ സാന്നിധ്യം ഈ രാത്രിയിലും ഉൾച്ചേർന്നിരിക്കുന്നു. പെരുമണ്ണാന്മാരുടെ തോറ്റംപാട്ടും സവർണ സ്ത്രീകളുടെ താലപ്പൊലിയും രാത്രിക്ക് വശ്യവും നിഗൂഢവുമായ ഒരു ഭാവം നൽകുന്നു. ചടങ്ങുകൾക്കൊക്കെയും ഒടുക്കം ആർപ്പുവിളികളുടെ അകമ്പടിയോടെ ദേവിയെ കാവിനു പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. നാളെ നെടുനാളത്തെ കാത്തിരിപ്പിനു ശേഷം ഇരമ്പിയെത്തുന്ന കീഴാളക്കൂട്ടങ്ങൾ തീണ്ടി അശുദ്ധമാക്കിയ കാവ് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷമേ ദേവിയെ കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കൂ.
അതിന്നും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും കാവിൽ ജാതി വളരെ ശക്തമാണ്. അത് കളിയാട്ടക്കാവിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എവിടെയാണ് മറ്റു കാവുകളിലാണെങ്കിൽ ഈ നമ്മൾ പറയുന്ന തീണ്ടൽ എന്നുള്ള സ്വഭാവം പോലും വളരെ കൃത്യമായിട്ട് കാവുകളിൽ ഉണ്ട്. എവിടെയാണ് നമ്പൂതിരി ഇരിക്കേണ്ടത്, വളരെ അകല. ഇപ്പോൾ താഴ്ന്ന ജാതിക്കാരുടെ കാവുകളാണെങ്കിൽ നമ്പൂതിരി ഇരിക്കേണ്ടത് വളരെ അകലെയാണ്, പ്രത്യേക സ്ഥലം കിട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. അതിനിപ്പുറത്ത് കാസ്റ്റിൻ്റെ ഹെറാർക്കിയുടെ ക്രമം അനുസരിച്ചിട്ട് നായർ, പിന്നെ തീയൻ ഇങ്ങനെ വരും. പൊലേരുടേതാണെങ്കിൽ ഇവർ ബന്ധപ്പെടുകയില്ല. പൊലേര വളരെ അകറ്റിയിട്ട് മാറ്റി നിർത്തിയിട്ടാണ്. നമ്മളിപ്പോൾ കളിയാട്ടക്കാവിൻ്റെ കാര്യത്തിലും ഇത് മറച്ചിട്ടാണ് സംഭവിക്കുക. കളിയാട്ടക്കാവിൽ പൊലേര് അകറ്റപ്പെടുകയും നായർ അതിൻ്റെ അധികാരം ഏറ്റെടുക്കുകയും നമ്പൂതിരി ഇതിൻ്റെ കോവിൽ നമ്പൂതിരിക്ക് മാത്രം പ്രവേശം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിലെ മിത്തോളജി അല്ലെങ്കിൽ കളിയാട്ടക്കാവിൻ്റെ പുരാവൃത്ത സംബന്ധമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ, അടുത്ത അനുഷ്ഠാനത്തിൻ്റെ സ്വഭാവവും ഈ സ്പേസ് ഡിസ്ട്രിബ്യൂഷനും പരിശോധിച്ചാൽ മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊലേര് അവരുടെ തായിരുന്ന കാവ് മെല്ലെ ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഭൂമിയുടെ അധികാരം നായർക്കായതുകൊണ്ട് നായന്മാർ കയ്യിൽ വെക്കുകയും, അത് മിത്തിലും നിങ്ങൾക്ക് അത് കാണാം. 3 ലെയർ കാണാം ഈ മിത്തിൽ. 3 ലെയർ എന്ന് പറഞ്ഞാൽ പൊലേർക്ക് വേറെ തന്നെ മിത്തോളജിയും, അതിൻ്റെ മേലെ നായരും വണ്ണാനും ചേർന്നിട്ട് പെരുവണ്ണാനും ചേർന്നിട്ട് വേറൊരു മിത്തോളജിയും, അതിൻ്റെ മുകളിൽ നമ്പൂതിരിയുടെ രീതിയിലുള്ള വ്യാഖ്യാനം വേറെയും കാണാം. അത് അനുഷ്ഠാനത്തിലും കാണാം. ഏറ്റവും അകറ്റപ്പെട്ടിട്ട് പുറത്ത് ഏറ്റവും കോറായി നിൽക്കേണ്ട അടുത്ത ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കി അറിയാം. ഒരു കാവിലെ അനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ആ ഇൻറ്റൻസിറ്റി പൊലേരുടെ അനുഷ്ഠാനത്തിനാണ് ഏറ്റവും ശക്തമായ ഈ പ്രാതിനിധ്യം കാണുക. പക്ഷെ അവർ അകറ്റപ്പെട്ടിരിക്കുന്നു, ഏറ്റവും പുറത്ത് ചെയ്യണം. പെരുവണ്ണാൻ അതിനകത്ത് നിൽക്കുന്നു, അതിൻ്റെ ഏറ്റവും കോവിലിൽ നമ്പൂതിരി നിൽക്കുന്നു. ഇങ്ങനെ ഒരു ക്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കളിയാട്ടക്കാവിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിലുള്ള മിക്കവാറും കാവുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. കളിയാട്ടക്കാവിൻ്റെ പ്രശ്നത്തിൽ ഇവരുടെ സമീപനം നോക്കിയാൽ അറിയാം ആർക്കാണ് ഇതിനോട് എഫിനിറ്റി കൂടുതലുള്ളത് എന്ന്. ഈ ദേവിയോട് ആർക്കാണ് കൂടുതൽ അടുപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ജീവരക്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് ആരാണെന്ന് മനസ്സിലാവും. അത് ഇവിടുത്തെ ചെറുമക്കളാണ്, അല്ല നായന്മാരൊന്നല്ല. അതുകൊണ്ട് ആ ദേവി, അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് ദേവി കാരണം അവർ വരുന്നില്ല, കാരണം അവർ ദേവിയുടെ മുമ്പിൽ വരില്ല, കാരണം ദേവി എഴുന്നേറ്റിക്കേണ്ടി വരും എന്ന് പറയേണ്ടി വരുന്നത് കാരണം അവർ ആണ് വലുത്, നായരാണ് വലുത്. നായർ പ്രഭുവിൻ്റെ മുന്നിൽ ദേവിക്ക് പോലും നിൽക്കേണ്ടി വരുന്ന ഒരു ബന്ധമാണ് ദേവിയും നായരും തമ്മിലുള്ളത്. ഒരു ചെറുമക്കൾക്ക് ആ ബന്ധമല്ല ഉള്ളത്, അവർക്കെല്ലാം ദേവി. ഇടവ മാസത്തിലെ 2-ാം വെള്ളി തിരസ്കൃതരുടെ തിരുവോണമാണിന്ന്. വരാനിരിക്കുന്ന പഞ്ഞമാസങ്ങൾ കാട്ടി വർഷമേഘങ്ങൾക്ക് വരെ ഭയപ്പെടുത്താനാവില്ല. ഇടവമേഘങ്ങൾ മലബാറിലെത്തുന്നത് കളിയാട്ടക്കാവിൽ തിമിർത്തു പെയ്യാനാണെന്ന് ഇവരുറച്ചു വിശ്വസിക്കുന്നു. കോഴിക്കളിയാട്ടം മലപ്പുറത്തിൻ്റെ മതേതരമായ ഒരു ഉത്സവമുഖമാണ്. വെള്ളിയാഴ്ചത്തെ ഈ കീഴാള മാമാങ്കത്തിൽ പീഡിതവർഗ കൂട്ടായ്മയുടെ ഭാവങ്ങളുണ്ട്. അവരിരമ്പി വരികയാണ് കാവു തീണ്ടാൻ, ദേവീസന്നിധിയിൽ കുതിരരൂപങ്ങൾ തച്ചുടച്ചുന്മാദ നൃത്തമാടാൻ. അധികാരത്തിന്റെ ചതിക്കുഴികൾ അറിയാത്ത നിഷ്കളങ്കരും നിർമ്മലരുമായ സാധാരണ മനുഷ്യർ. കാവിലെ കഴിഞ്ഞ രാത്രിയിലെ ചടങ്ങുകളെ ചൊല്ലി അവർക്ക് ഉത്കണ്ഠകളില്ല. കോഴിക്കളിയാട്ട ദിവസം കാവിൽ ദേവിയുടെ സാന്നിധ്യമോ തിരോധാനമോ അവരുടെ പ്രശ്നമല്ല.
തങ്ങളുടെ എല്ലാമെല്ലാമായ കുഞ്ഞാഞ്ചീരു അമ്മയുടെ ആവാസ കേന്ദ്രത്തിലേക്ക് ജീവിതത്തിൻ്റെയും സഹനത്തിൻ്റെയും ചതുപ്പുപാതകളെ പിന്തള്ളി അവരെത്തുകയാണ്. ചന്ത കൂടാൻ, നേർച്ചക്കോഴികളെ ബലി നൽകാൻ, പിന്നെ ഒടുക്കം കെട്ടിയുണ്ടാക്കിയ കുതിരരൂപങ്ങൾ കുതിരപ്പിലാക്കൾ തച്ചുടച്ച് കളിയാട്ടപ്പുകൾ പാരൊട്ടുക്ക് പരത്തി മടങ്ങാൻ, അടുത്ത വർഷം വീണ്ടും എത്താൻ.